കൈ കഴുകുമ്പോ കൈ കൊണ്ട് ചെയ്ത പാപമാടാ ചെറുപ്പക്കാരാ. മുഖം കഴുകുമ്പോ, വാ കഴുകുമ്പോ, ചെവി കഴുകുമ്പോ, കാല് കഴുകുമ്പോ നിന്റെ ശരീരത്തിൽ ആ ഒറ്റുപോകുന്ന വെള്ളമുണ്ടല്ലോ, ആ ഉളുവിന്റെ വെള്ളത്തിന്റെ അകത്ത് നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലാഹു കഴുകിക്കളയുകയാ. ഇതറിയണം ചെറുപ്പക്കാരാ. അല്ലാഹുവേ, മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഉളുവെടുക്കാൻ ചെന്നാ കരയുകയാ, കൈകാല് വിറയ്ക്കുകയാ. സുഫിയാൻ സൗരി തങ്ങൾ ഉളുവെടുക്കാൻ ചെന്നാൽ അവിടെന്ന് കരയുകയാണ്. ഉളുവെടുക്കുമ്പോ കരയുകയാണ്, കൈകാല് വിറയ്ക്കുകയാണ്. മഹാനവറുകളുടെ നിറം പോലും അവിടെന്ന് പേടിച്ചു മാറുകയാ. അവിടത്തെ നിറം പോലും പടച്ചവനെ നിറമങ്ങ് മാറുകയാണ്. പേടിച്ച് വിറച്ചുകൊണ്ടാണ് ഉളുവെടുക്കുന്നത്. ഖബർ കെട്ടപ്പെടല്ല, മരണം കണ്ടപ്പെടല്ല, നരകം പറഞ്ഞപ്പെടല്ല. ഉളുവെടുക്കുന്ന സമയത്ത് കരയുന്നത് കണ്ടപ്പോ തങ്ങളോട് ചോദിക്കുന്നു, തങ്ങളെ എന്തിനാ കരയുന്നത്? എന്തിനാ തങ്ങളെ കരയുന്നത്? സുഫിയാൻ സൗരി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 40-50 കൊല്ലം കൊണ്ട് ഉളുവെടുക്കുന്ന എന്റെ വാപ്പാ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ വാപ്പാ? ഇന്ന് വരെ നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ നിന്റെ കൈകാല് വിറച്ചിട്ടുണ്ടോ? ഞാൻ ഉളുവാണ് എടുക്കുന്നതെന്നുള്ള ചിന്ത എനിക്കും നിങ്ങൾക്കുമുണ്ടോ? സുഫിയാൻ സൗരി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്തിനാണ് ഉളുവെടുക്കുന്നതെന്നറിയോ? എന്തിനാണ് ഉളുവെടുക്കുന്നതെന്നറിയോ? എന്റെ പടച്ച റബ്ബിനെ കാണാനല്ലേ. ഞാൻ ഉളുവെടുക്കുന്നത് അല്ലാഹുവിന്റെ മുമ്പിൽ പോകാനല്ലേ, അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കാനല്ലേ. തോന്നിയിട്ടുണ്ടോ വാപ്പാ? ഈ ഉളുവെടുക്കുന്നത് നമസ്കരിക്കാൻ കേറാനല്ലേ. നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു മറയുമില്ലാതെ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് വന്ന് നിൽക്കുന്ന സമയമാണല്ലോ. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹ് നിന്നെ കാണുന്നുള്ള ബോധം നിനക്ക് വേണമല്ലോ. പടച്ചവനെ ഉളുവെടുക്കുന്നത് പടച്ച റബ്ബിനെ കാണാനാ. എങ്ങനെയാ കരയാതിരിക്കുക? എങ്ങനെ കൈകാല് വിറയ്ക്കാതിരിക്കുക? എന്റെ നിറമെങ്ങനെ മാറാതിരിക്കും? ഞാൻ പടച്ച റബ്ബിനെ കാണാനാണ് ഉളുവെടുക്കുന്നത് എന്ന് കരഞ്ഞുകൊണ്ട് മഹാനവറുകളവിടെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, ചെറുപ്പക്കാരാ നിസാരമല്ലടാ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ ഈ ഉളുവെടുത്ത അവയവങ്ങൾ പ്രകാശിക്കും മോനെ. അത്രയും വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മയാ ചെറുപ്പക്കാരാ. ഓരോ ദിവസവും 5 നേരം പള്ളിയിൽ വന്ന് ഉളുവെടുക്കുമ്പോ അത് അലസത കാണിച്ച് കളയുന്നവരുണ്ടല്ലോ, പരിഗണിക്കാത്തവരുണ്ടല്ലോ, നിസാരമാക്കുന്നവരുണ്ടല്ലോ. മോനെ, ഉളുവെടുത്തിട്ട് നടക്കടാ. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. നിസ്കരിക്കുമ്പോ മാത്രമല്ല, ഖുർആൻ എടുക്കുന്ന സമയത്ത് മാത്രമല്ല, എപ്പോഴും ഉളുവെടുത്തിട്ട് നടക്കണം ചെറുപ്പക്കാരാ. ഉറങ്ങുമ്പോഴും ഉളുവെടുത്തിട്ട് ഉറങ്ങടാ മോനെ. കിടക്കുമ്പോഴും ഉളുവെടുത്തിട്ട് കിടന്നുറങ്ങണേ. ഒരാള് കിടന്നുറങ്ങുമ്പോ ആരാ ഉളുവെടുക്കുന്നത്? നമ്മളിൽ ആരാടോ ഉളുവെടുത്തിട്ട് കിടന്നുറങ്ങുന്നത്? നിനക്കറിയുമോ ഉളുവെടുത്തിട്ട് കിടന്നാ കിട്ടുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യന് ഉളുവെടുത്തിട്ട് കിടന്നാൽ അവന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് വന്ന് നിൽക്കുകയാണ്. മൻ ബാത താഹിറുൻ ബാത ഫീ ശിആരിഹി മലകുൻ ലാ യസ്തൈഖിളു സഅതൻ മിൻ ലൈൽ. നിന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാ. റബ്ബേ, ഉളുവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നു. ഈ ഉളുവെടുത്തിട്ട് കിടക്കുന്നവന് ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ. ഇവന്റെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ഇവനോട് കരുണ കാണിക്കണേ അല്ലാ.
ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് വരെ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ തലഭാഗത്ത് നിന്ന് ദുആ ചെയ്യുകയാ. ഇതാടോ വുളുവിന്റെ പ്രതിഫലം, ഇതാണ് വുളുവെടുത്താ കിട്ടുന്ന പ്രതിഫലം, വുളുവോടെ കിടന്നുറങ്ങുന്നവന് കിട്ടുന്ന പ്രതിഫലം ഇതാണ്. പടച്ചവനെ, ഉറക്കമെന്ന് പറഞ്ഞ മരണമാണല്ലോ. അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യാ, ഇത് പറഞ്ഞിട്ടല്ലേ കിടക്കുന്നത്. എഴുന്നേക്കുന്ന സമയത്ത് പറയുന്നത് എന്താ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. എന്റെ ചെറുപ്പക്കാരാ, ഒതുപെടുത്തിട്ട് കിടക്കുന്ന സമയത്താണ് നീ മരിക്കുന്നതെങ്കിൽ ഒതുപെടുത്തിട്ട് മരിക്കണം. ചെറുപ്പക്കാരാ, വാപ്പാ മരിക്കുകയാണെങ്കിൽ ഒതുവോട് കൂടി വേണം മരിക്കാൻ. ഒതുവോട് കൂടി മരിച്ചാൽ ഒരു മനസ്സിന് കിട്ടുന്ന ഭാഗ്യമെന്താ? അത് എല്ലാവർക്കും കിട്ടില്ലല്ലോ. ഒതുവോട് കൂടി മരിക്കാൻ എല്ലാവർക്കും കഴിയില്ലല്ലോ. ഒതുപെടുക്കുന്ന ഒതുവോട് കൂടി മരിക്കുന്ന ഒരു മനുഷ്യര് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? വല്ലാത്ത പ്രതിഫലമാ. ചെറുപ്പക്കാരാ, നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത്, നിന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് അസ്റായീൽ അലൈഹിസ്സലാം മാത്രമല്ല, അസ്റായീൽ മാത്രമല്ല, ഒരാൾ കൂടെ കടന്നു വരും. ചെറുപ്പക്കാരാ, വാപ്പാ ഒന്നുവോട് കൂടി മരിക്കലേറ്റം മെച്ചമാ, ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ഒന്നുവോട് കൂടിയാണ് മരിക്കുന്നതെങ്കിൽ, ഒന്നുപെടുത്തിട്ട് കിടക്കുന്ന സമയത്താണ് മരിക്കുന്നതെങ്കിൽ, റൂഹ് പിടിക്കുന്ന സമയത്ത് ഒരാൾ കടന്നു വരികയാണ്. ആരാണെന്നറിയോ? മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിന്റെ സാന്നിധ്യം ഉണ്ടാവുകയാ. അത് വല്ലാത്ത ഒരു മരണമാ. അതുകൊണ്ടാണ് ഒതുപെടുത്തിട്ട് കിടക്കുന്ന സമയത്ത് മരിക്കാൻ പറയുന്നത്. മരാരോഗം പിടിച്ച് കിടക്കുന്നവനെ ഒതുപെടുക്കാൻ, ഒതുപെടുപ്പിക്കാൻ എവിടെന്ന് പറയുന്നത്. അതുകൊണ്ട് പടച്ചവനെ, ഒതുപെടുത്ത് മരിക്കുന്ന മനുഷ്യന്റെ മരണസമയത്ത് പോലും അല്ലാഹുവേ, മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് കടന്നു വരുമെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവേ, മലക്കുകൾക്ക് പരിചയമുള്ള രണ്ടാമത്തെ മനുഷ്യനാരാ? നിന്നെ പരിചയമുള്ള രണ്ടാമത്തെ മനുഷ്യനാരെന്നറിയോ? പടച്ചവനെ, ഒന്നുവോടുകൂടി നടക്കുന്നവരെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാ. അവരെ മലക്കുകൾ സ്നേഹിക്കുമല്ലോ, അവരെ മലക്കുകൾ സ്നേഹിക്കുമല്ലോ. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. രണ്ടാമത്തെ വിഭാഗമാണ്. ഇനി മലക്കുകൾ സ്നേഹിക്കുന്ന മൂന്നാമത്തെ മനുഷ്യനാരാ? മലക്കുകൾ സ്നേഹിക്കുന്ന മൂന്നാമത്തെ മനുഷ്യനാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാ. മൂന്നാമത്തെ വിഭാഗമാരാ? അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിർത്താറായോ? നിർത്താറായോ? ഇൻഷാ അല്ലാഹ്. എൻ്റെ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഇത്തിരി വെള്ളം താപ്പോ. മൂന്നാമത്തെ വിഭാഗം അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾക്കൊന്നും തണുക്കണില്ലേ? അപ്പ തണുക്കണില്ല അല്ലേ? ശരി, ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. മൂന്നാമത്തെ മനുഷ്യൻ ആരെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാ. നബിതങ്ങൾ ചിരിക്കുന്നത് കണ്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്തിനാ നബിയെ ചിരിക്കണേ? എന്തിനാണ് നബിയെ ചിരിക്കുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ, ഞാൻ ഇന്നലെ സ്വർഗം കണ്ടു. നബി തങ്ങൾ പറയുകയാ, ഞാൻ സ്വർഗം കണ്ടു. ഞാൻ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ പറയുക, റഅയ്തുൽ ബാരിഹ. നബി തങ്ങൾ പറയും, ഞാൻ സ്വർഗത്തിലൂടെ ഇങ്ങനെ പോകുമ്പോ സ്വർഗത്തിന്റെ ഒരു ഭാഗത്ത് ഒരു കൊട്ടാരത്തിന്റെ അകത്തിരുന്നിട്ട് ആരോ ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്.
നബി തങ്ങൾ പറയുക, ആരോ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഖുർആൻ ഓതുന്നുണ്ട്. സ്വർഗത്തിലൊരു വീടിനകത്തൊരു കൊട്ടാരത്തിന്റെ അകത്തിരുന്നു കൊണ്ട് നബി തങ്ങൾ പറയുന്നു, ഞാനിങ്ങനെ നല്ല എനിക്ക് പരിചയമുള്ള ഒരു ശബ്ദം. സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ടൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഖുർആൻ ഓതുന്നുണ്ട്. പടച്ചവനെ, ആരാ അല്ലാ ഇത്രയും വലിയ പ്രതിഫലം കിട്ടുന്ന മനുഷ്യനാരാ? ആരാ പടച്ചവനെ? നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ മലക്കുകൾ പറഞ്ഞു കൊടുത്തു, നബിയെ, അതാരാണെന്നറിയോ? അതാരാണെന്നറിയുമോ? അങ്ങയുടെ സഹാബി ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിയ. അള്ളാഹുവിന്റെ സ്വർഗത്തിലെ കൊട്ടാരത്തിന്റെ അകത്തിരുന്ന് ഇബാദത്ത് ചെയ്യുന്ന ചെറുപ്പക്കാരൻ. അള്ളാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന മലക്കുകൾ പറയുകയാണ്, ഹാരിസത്ത് ബിൻ നുഅ്മാൻ. അള്ളാന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമാവുകയാ, നബി തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമാവുകയാണ്. മലക്കുകളോട് ചോദിക്കുന്നു, നിങ്ങൾക്കറിയുമോ എന്റെ ഹാരിസാന്? എന്റെ ഹാരിസാന് നിങ്ങൾക്ക് എങ്ങനെയാണ് പരിചയമുള്ളത്? ആ സമയത്ത് അള്ളാന്റെ മലക്കുകൾ പറയുന്നു, ഹാരിസാന് അറിയാത്ത മലക്കുകളില്ല നബിയെ. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അറിയാത്ത മലക്കുകളില്ല. കാരണം ഹാരിസത്ത് ബിൻ നുഅ്മാൻ പടച്ച റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? സ്വർഗത്തിലെ ഭക്ഷണം അല്ലാഹു കൊടുക്കുന്ന സ്വഹാബിയാ നബിയേ. സ്വർഗത്തിലെ ഭക്ഷണം അല്ലാഹു കൊടുക്കുന്ന ചെറുപ്പക്കാരൻ. അത്രയും വലിയ പദവിയാണ്, അത്രയും വലിയ പ്രതിഫലമാണ് ഹാരിസാൻ അല്ലാഹു കൊടുക്കുന്നത്. നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട്, ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയെ ഞാൻ സ്വർഗത്തിൽ കണ്ടു എന്ന് പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്ത് നന്മ ചെയ്തതിന്റെ പേരിലാ, എന്ത് നന്മ ചെയ്തതിന്റെ പേരിലാ അള്ളാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കാനുള്ള കാരണം എന്താ? നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, അള്ളാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കുന്ന മൂന്നാമത്തെ മനുഷ്യനാരെന്നറിയോ? ഹാരിസാനെ അള്ളാന്റെ മലക്കുകൾ സ്നേഹിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? കദാകൽ ബിർറു, മാതാപിതാക്കളെ വല്ലാതെ സ്നേഹിച്ച ചെറുപ്പക്കാരനാ. ഉമ്മാനെയും ഉപ്പാനെയും വല്ലാതെ സ്നേഹിച്ച ചെറുപ്പക്കാരനാണ് ഹാരിസ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് പറയുമ്പോ മാതാപിതാക്കളെ സ്നേഹിച്ചതിന്റെ പേരിലാണ് പടച്ച റബ്ബ് ഇത്രയും വലിയ പ്രതിഫലം കൊടുത്തത്. മലക്കുകൾ പറയുകയാണ്, ഹാരിസായിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കും ചെറുപ്പക്കാരാ. സ്വർഗത്തിലെ ഭക്ഷണം വാങ്ങിക്കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ചെറുപ്പക്കാരനാണ് ഹാരിസ. നബി തങ്ങൾ ഇത് പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എനിക്കെന്റെ വാപ്പാനെയും ഉമ്മാനെയും വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, ഈ ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്ക് മലക്കുകൾക്ക് പരിചയമുണ്ട്. ഈ സഹാബിക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ പറയുന്ന സ്വർഗത്തിലെ ഭക്ഷണം അള്ളാഹു കൊടുക്കും. അത്രയും വലിയ പദവിയാ. അപ്പൊ ആയിഷ ബീബി ചോദിച്ചു, എന്തേ കാരണം? മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മകനായിരുന്നു. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എനിക്ക് എന്റെ വാപ്പാനെയും ഉമ്മാനെയും ഇഷ്ടമാ, എനിക്കും കിട്ടുമോ ഈ പ്രതിഫലം? എന്റെ മാതാപിതാക്കളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ, അതുകൊണ്ട് എനിക്ക് ഈ പ്രതിഫലം കിട്ടുമോ? നബി തങ്ങൾ പറഞ്ഞു, ഇല്ല. സ്വർഗത്തിൽ നിന്ന് ഹാരിസായിക്ക് അള്ളാഹു ഭക്ഷണം കൊടുക്കാനുള്ള കാരണം, ഹാരിസയ്ക്ക് 3 നല്ല സ്വഭാവം ഉണ്ടായിരുന്നു. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്ക് 3 പ്രത്യേകമായിട്ടുള്ള 3 സ്വഭാവം ഉണ്ടായിരുന്നു. ആ സ്വഭാവം ഉണ്ടെങ്കിൽ നമുക്ക് നാളെ സ്വർഗത്തിലെ ഭക്ഷണം കഴിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. വാപ്പായോ ഉമ്മായോ ഇപ്പോൾ ഉള്ള ആരെങ്കിലും ഒന്ന് കൈവക്കടോ. അൽഹംദുലില്ലാഹ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം എന്തെന്നറിയോ? ഈ പറയുന്ന 3 ഗുണം ഈ ഇരിക്കുന്ന ഏതെങ്കിലും മക്കൾക്കുണ്ടെങ്കിൽ നാളെ സ്വർഗത്തിലെ ഭക്ഷണം അള്ളാഹു തരും. സ്വർഗത്തിൽ അള്ളാഹു ആദ്യം കഴിക്കാൻ തരുന്ന ഭക്ഷണം ഏതാ? സ്വർഗത്തിൽ കയറി ചെല്ലുമ്പോൾ അള്ളാഹു ഒരു മനുഷ്യനെ കഴിക്കാൻ കൊടുക്കുന്ന ആദ്യത്തെ ഭക്ഷണം ഏതാ? മട്ടൻ മന്തിയാ?
മഹദിയോ നെഹദിയോ ഷവായിയോ തന്തൂരിയോ അൽഫഹും എന്താ കഞ്ഞിയും വേറുവാണോ? ഒരാൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അള്ളാഹു ആദ്യമായിട്ട് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണം ഏതാടോ? നമ്മൾ ആരും തിന്നിട്ടില്ലാത്തൊരു ഭക്ഷണമാണ്. മീനിന്റെ കരളാണെന്നാ ഹദീസ് കാണുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മീനിന്റെ കരൾ തിന്നിട്ടുണ്ടോ? നാളെ മുതൽ കരൾ തരയണം ഇനി മീൻ്റെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സ്വർഗത്തിലെ ഭക്ഷണം തരും നമുക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഒരു 3 നല്ല സ്വഭാവം പറഞ്ഞു തരാം. ഉണ്ടോന്ന് നോക്കോ? ഇല്ലാന്ന് എനിക്കറിയാം, ചുമ്മാ ചോദിച്ചതാ. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം എന്തെന്നറിയോ? സ്വന്തം കൈകൊണ്ട് ഉമ്മാടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഉണ്ടോ? ഇല്ല. എന്നാൽ സ്വന്തം കൈകൊണ്ട് വാപ്പായിക്കോ ഉമ്മായിക്കോ ഒരു ഉരുള ഭക്ഷണമെങ്കിലും വാരിക്കൊടുത്തിട്ടുള്ള മക്കളൊന്ന് കൈവക്കിക്കേ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉമ്മായിക്കോ വാപ്പായിക്കോ ഒരു ഉരുള ഭക്ഷണമെങ്കിലും വാരിക്കൊടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം, തൻ്റെ ഉമ്മയ്ക്ക് സ്വന്തം കൈ കൊണ്ട് ആ മോൻ ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് പറ്റിയപ്പാ നിങ്ങൾക്കൊക്കെ? എന്ത് പറ്റി നിങ്ങൾക്ക്? ഉമ്മാടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാത്ത ഒരു മകനുമില്ലല്ലോ. ഉപ്പാന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാത്ത ഒരാളുമില്ലല്ലോ. അള്ളാഹു നിനക്ക് ഇത്രയും വലിയ അവസരം നൽകിയിട്ട് എന്തു പറ്റി മനുഷ്യ നിന്റെ ഉമ്മായിക്കൊന്ന് ചോറ് വാരി കൊടുക്കാൻ, ഉമ്മയുടെ വായിലേക്ക് ഒരൽപ്പം ഭക്ഷണം വാരി കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ നീ ആരാണെന്നൊന്ന് ചിന്തിച്ചു നോക്കണോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ വാരി കൊടുക്കാനാ ഉമ്മായിക്കൊക്കെ ഇല്ലേ? നമ്മുടെ ഉമ്മായിക്കൊക്കെ നമ്മൾ എങ്ങനെ ഭക്ഷണം വാരി കൊടുക്കാനാ? അല്ലാഹു അലം. ആ പ്രായം ചെന്ന ഉമ്മയുടെ അവസ്ഥ എന്താ? സ്വന്തം പെണ്ണും പിള്ളയ്ക്ക് വാരി കൊടുക്കും. ഭാര്യയ്ക്ക് വാരി കൊടുക്കാൻ അറിയാം, മക്കൾക്ക് വാരി കൊടുക്കാൻ അറിയാം. പക്ഷേ ഉമ്മായിക്കും വാപ്പായിക്കും ഭക്ഷണം വാരി കൊടുക്കാൻ നമ്മളിൽ പലർക്കും ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം, തൻ്റെ ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു സ്വന്തം കൈകൊണ്ട്. രണ്ടാമത്തെ ഗുണം എന്തെന്നറിയോ? ഉമ്മയ്ക്ക് വാരി കൊടുക്കാത്ത എന്തുകൊണ്ടാ സഹോദര? അത്രയും വലിയ മടിയനായി പോയില്ലേ നമ്മള്? വാപ്പാനെയും ഉമ്മാനെയും നമുക്ക് വേണ്ടി ജീവിച്ചവരല്ലേ അവർ. നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, അല്ലാഹു അലം, നമുക്ക് വേണ്ടി ജീവിച്ചവരെ നമ്മുടെ മാതാപിതാക്കൾ. അവരുടെ കാൽച്ചുവട്ടിലല്ലേ സ്വർഗം കിടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് വയത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടേ ഉമ്മാടെ വായിലേക്ക് നീ ഇനിയെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഉരുള വാരിക്കൊടു ഉമ്മായിക്ക്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്കുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം, ഉമ്മാടെ മുന്നിൽ ശബ്ദമുയർത്തില്ലായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. തൻ്റെ ഉമ്മാടെ മുന്നിൽ, വാപ്പാടെ ഉമ്മാടെയും മുന്നിൽ ആ സഹാബിയുടെ ശബ്ദം ഉയരാറില്ല. നമ്മളോ? ഉമ്മാനെ തല്ലുന്ന മക്കളില്ലേ, വാപ്പാനെ ചീത്ത വിളിക്കുന്ന മക്കൾ, ഈ ചെറിയ കുട്ടികളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കടോ. ഉമ്മാടെ മുമ്പിൽ കടന്ന് ചാടുകയാ. മാന ഇന്ന് മാതാപിതാക്കളെ ഭരിക്കുന്ന മക്കളുടെ കാലം ഖിയാമത്ത് നാളിൻ്റെ അടയാളവാ. ഉമ്മ ഉപ്പായെ ഭരിക്കുന്ന മക്കൾ ഇവിടെ ഇരുന്നോണം, വല്ലതും കഴിച്ചുകൊണ്ട് മിണ്ടാതെ ഇവിടെ ഇരുന്നു കൊള്ളണമെന്ന് മക്കൾ മാതാപിതാക്കളോട് കൽപ്പന നടത്തുന്ന കാലം വരാതെ ലോകം അവസാനിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് മക്കള് മാതാപിതാക്കളെ ഭരിക്കുകയാ. കാരണം പണമായല്ലോ. ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ കിട്ടിയല്ലോ, കൊട്ടാരം പോലെയുള്ള വീടായല്ലോ, ഒരുപാട് പണമൊക്കെ നിന്റെ കയ്യിൽ വന്നപ്പോ ഉമ്മയും ഉപ്പയും നിനക്ക് ചെറുതായല്ലോ. സഹോദരാ, ഉപ്പാ
ഉപ്പാന് ഭക്ഷണം വാരിക്കൊടുക്കാൻ സമയമില്ല. ആ മനുഷ്യന്റെ രക്തം വിയർപ്പാക്കിയിട്ടാടാ നിന്നെയും എന്നെയൊക്കെ പോറ്റി വളർത്തിയത്. ആ പാവങ്ങൾ പട്ടിണി കിടന്നത് നമുക്ക് വേണ്ടിയാണ്. ഉപ്പ രോഗം പിടിച്ച് കിടക്കുകയാ, ഉമ്മ രോഗം പിടിച്ച് കിടക്കുകയാ. എവിടെ പോയടാ അവരുടെ ആരോഗ്യമെല്ലാം നമുക്ക് വേണ്ടി കളഞ്ഞവരാണല്ലോ. സ്വന്തം ഭാര്യയുടെ വായിൽ ഭക്ഷണം വാരി കൊടുക്കുന്ന മക്കളുണ്ടല്ലോ. ഭർത്താവ് ഭാര്യയുടെ വായില്, ഭാര്യ ഭർത്താവിന്റെ വായില്, മക്കളുടെ വായിൽ വാരി വെച്ച് കൊടുക്കുന്നല്ലോ. പക്ഷേ നിനക്കൊരുപാട് ഭക്ഷണം വാരി തന്ന, നിന്നെ കെട്ടിപ്പിടിച്ച് നിന്നെ മടിയിൽ കിടത്തി നിന്നെ സ്നേഹിച്ച നിന്റെ ഉമ്മ രോഗം പിടിച്ച് വീടിനകത്ത് കിടക്കുന്നുണ്ടല്ലോ. ആ ഉപ്പാനും ഉമ്മാനും ഒന്ന് ഭക്ഷണം വാരി കൊടുക്കാറ്, ഒന്നടുത്തു പോയിരുന്നൊന്ന് സ്നേഹത്തോടെ സംസാരിക്കാറ് മനസ്സില്ലാത്ത കരിങ്കല്ലുകൾ പോലെ എന്റെയും നിങ്ങളുടെയും ഹൃദയം മാറിപ്പോയെങ്കിൽ നീയും വീട്ടിൽ വളർത്തുന്നുണ്ടല്ലോ, നിങ്ങളും മക്കളെ വളർത്തുന്നുണ്ടല്ലോ. ഈ ചെയ്തതല്ലേ നിങ്ങൾക്കും തിരിച്ചു കിട്ടൂ. ആ ഓർമ്മയാണ് സഹോദരാ നമുക്ക് വേണ്ടത്. അവരുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ, അവരുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, എനിക്ക് ഏറ്റവും കൂടുതൽ കടമ ആരോടാ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, നിന്റെ ഉമ്മയോടാട്. സഹാബി രണ്ടാമതും ചോദിക്കുന്നു, ആരോടാ നബിയേ? നിന്റെ ഉമ്മയോടാട്. നബിതങ്ങൾ പിന്നെയും നബിതങ്ങളോട് ചോദിക്കുന്നു, ആരോടാ നബിയേ? നിന്റെ ഉമ്മയോടാണ്. അല്ലാഹുവിന്റെ പ്രവാചകം നാലാമതാണ് വാപ്പയുടെ പേര് പറഞ്ഞത്. 3 പ്രാവശ്യവും ഉമ്മ ഉമ്മ ഉമ്മ. കാരണം എന്തെന്നറിയുമോ? ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. 9 മാസം ഗർഭം ചുമന്നതുമ്മയാ, നൊന്തു പ്രസവിച്ചതുമ്മയാ, പാല് തന്ന് വളർത്തിയതുമ്മയാണ്. ആ ഉമ്മാനയാ മോനെ നമ്മൾ ഇന്ന് വേദനിപ്പിക്കുന്നത്. ഉമ്മാടെ മുമ്പിൽ കിടന്നുകൊണ്ട് കയർക്കുകയാണ്, ഉമ്മാനോട് തർക്കിക്കുകയാണല്ലോ. വളർന്നു പോയില്ലേ ചെറുപ്പക്കാരാ, എങ്ങനെ കഴിയുന്നടാ പൊന്നുമോനെ? എല്ലാവർക്കും ഉമ്മാനോട് വല്ലാത്ത സ്നേഹമാ, അധികം മക്കൾക്കും ഉമ്മാനെ വല്ലാത്ത സ്നേഹമാ. എങ്കിലും വാപ്പാനെ മറന്നു പോകുന്ന ചിലരുണ്ട്, വാപ്പാനെ മറന്നു പോകുന്ന ചിലരുണ്ട്. ഉമ്മയ്ക്ക് മാത്രമല്ലടോ സ്ഥാനമുള്ളത്, ഉമ്മയുടെ കാഴ്ചപട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. വാപ്പാനെ നമുക്ക് വല്ലാത്ത ദേഷ്യമാണ്. കാരണം വാപ്പ തല്ലുമല്ലോ, വാപ്പ നമ്മളെ വഴക്ക് പറയുമല്ലോ. പക്ഷേ നമുക്കിതുവരെ വാപ്പാനെ തിരിഞ്ഞിട്ടില്ല. ഉമ്മയെക്കാരും സ്നേഹം വാപ്പയ്ക്കാടോ, ഉമ്മയെക്കാരും സ്നേഹം വാപ്പയ്ക്കാടോ. നമ്മളെ തല്ലിയാലും വഴക്ക് പറഞ്ഞാലും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഭാര്യയോട് ഉമ്മയോട് പറയും, അവൻ വല്ലതും കഴിച്ചോ, അവൻ വല്ലതും കഴിച്ചോ? നീ ഒന്നടുത്ത് ചെന്നിട്ട് അവനെയൊന്ന് സമാധാനിപ്പിക്ക്. ഞാൻ അവൻ അടിച്ചിട്ടവന്റെ കാലൊന്ന് തടകി കൊടുക്ക്. വാപ്പ പുറത്ത് കാണിക്കാതെ ഉമ്മാനെ പറഞ്ഞു വിടുമായിരുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പയാരെന്ന് തിരിച്ചറിയണം ചെറുപ്പക്കാരാ. ഉപ്പാടെ മഹത്വം എന്തെന്നറിയോ? ഉമ്മാടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്, ഉമ്മാടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. നമ്മുടെ വാപ്പയാരെന്നറിയോ? സ്വർഗത്തിന്റെ മധ്യ കവാടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, വാപ്പ വാതനാടാ. വാപ്പ എന്ന വാതലില്ലാതെ സ്വർഗമില്ലല്ലോ. അതുകൊണ്ട് ഉപ്പ നമ്മളെ തല്ലിയിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വഴക്കും തല്ലലൊക്കെ ഇല്ലാതിരുന്നെങ്കിൽ ഞാനും നിങ്ങളൊക്കെ ആരാകുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്ന് വഴുത കേൾക്കാമെന്നവരെ, അള്ളാഹു നിങ്ങൾക്ക് ആയുസ് തന്ന, നാളെ രോഗം പിടിച്ച് കിടക്കുന്ന വീടിനകത്ത് കിടക്കുന്ന ഉപ്പയുടെ ചാരത്ത് ഉമ്മയുടെ ചാരത്തൊന്നു പോകണേ. എന്നിട്ട് അവരോട് ചോദിക്കണം, ഭക്ഷണപാത്രവുമായി റൂമിൽ കിടക്കുന്ന ഉപ്പാന്റെ ചാരത്തുമ്മയുടെ ചാരത്തൊന്നു ചെല്ലണേ.
പടച്ചവനെ ഭാര്യയ്ക്ക് വാരിക്കൊടുക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഭാര്യ ആരാ, ഉമ്മയാരാ പഠിക്കണം. ചെറുപ്പക്കാരാ, കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടക്കുന്ന അവസ്ഥയിൽ വാപ്പ കടന്നാലും ഉമ്മ കടന്നാലും, മോനെ 11 മണിയായി 12 മണിയായി, നീ വീട്ടിൽ ചെല്ലാൻ താമസിച്ചാ നിന്റെ ഭാര്യയും നിന്റെ മക്കളും ഉറങ്ങും. പക്ഷേ രോഗം പിടിച്ച് കിടക്കുന്ന ഉപ്പ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എൻ്റെ മോൻ വന്നില്ലേ, എൻ്റെ മോൻ വന്നില്ലേ? പടച്ചവനെ, അവരുറങ്ങാറില്ലല്ലോ. മോനെ, നമ്മുടെ ലോകത്ത് മോനെ എന്ന് വിളിക്കുന്ന രണ്ട് പേരേ ഉള്ളൂ. നമ്മളെ മോനെ എന്ന് വിളിക്കുന്ന രണ്ട് പേരേ ഉള്ളൂ. അത് നമ്മുടെ ഉപ്പയും ഉമ്മയുമാണ്. അവര് വിളിക്കുമ്പോ കിട്ടുന്ന ഒരാനന്ദം ലോകത്ത് ആര് വിളിച്ചാലും കിട്ടില്ലടോ. ആ പാവപ്പെട്ട ഉമ്മയും ഉപ്പയും നിനക്കുണ്ടായിട്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ പാവങ്ങളുടെ വായിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ഒരുള്ള ഭക്ഷണമെങ്കിലും നിനക്ക് വാരിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നഷ്ടവാളി നീയല്ലേ സഹോദരാ. വാപ്പാ, നീ ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കു വാപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീയും ഒരു ഉമ്മയാണല്ലോ. മഹാനായ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബി ഉണ്ടല്ലോ, തന്റെ ഉമ്മയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കുമായിരുന്നു. രണ്ടാമത്തെ നന്മ എന്തെന്നറിയോ? ഉമ്മാടെ മുമ്പില് ശബ്ദമുയർത്തില്ല, ഉമ്മാന്റെ മുമ്പില് ശബ്ദമുയർത്തില്ല. പടച്ചവനെ, ഇന്നൊക്കെ നമ്മൾ നല്ല നിലയിലായപ്പോ പടച്ചവനെ, മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ ഉമ്മാനെ ആരെങ്കിലും കാണാമെന്നാ, ഉമ്മാനെ കണ്ടിട്ട് പോകുന്നവരുടെ പുറകെ പോകുകയാ, ഉമ്മാനെ കണ്ടിട്ട് പോകുന്നവരുടെ പുറകെ പോകുകയാ. കൂടെ ചെന്നിട്ട് ചോദിക്കും, എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ, എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ? പടച്ചവനെ, തല്ലാനല്ല, വഴക്കു കൂടാനല്ല, ഉമ്മ മക്കളോടൊന്നും പറയാറില്ല. പല ഉമ്മമാരും തന്റെ മക്കളോടൊന്നും പറയാറില്ല. പക്ഷേ കൂട്ടുകാരോട് പറയും, എനിക്കത് വേണം, എനിക്കിത് വേണം. അതാ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, ഉമ്മാനെ കാണാമെന്നവരുടെ പുറകെ ചെന്നിട്ട് ഉമ്മാടെ ആഗ്രഹം ചോദിച്ചറിഞ്ഞിട്ടത് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉമ്മയുടെ വിലയറിയില്ലല്ലോ, വാപ്പാടെ വിലയറിയില്ലല്ലോ. അവരുടെ മുമ്പിൽ കിടന്ന് ദേഷ്യപ്പെടുകയാണ്, അവരോട് കയർക്കുകയാണ്, അവരെ തെല്ലാം കൈവെക്കുകയാണ്. നിനക്കറിയുവോ ചെറുപ്പക്കാരാ, ഉമ്മാടെ വില എന്തെന്നറിയുവോ? പോലെ ഒരാള് നമസ്കരിക്കാൻ കൈകെട്ടിക്കഴിഞ്ഞാൽ ഉമ്മയുടെ വില എന്താണെന്ന് പഠിക്കണം. ഒരാള് നമസ്കരിക്കാൻ കൈകെട്ടി, അള്ളാടെ മുമ്പിൽ കെട്ടിയിരിക്കുന്ന കൈ അഴിക്കാൻ പാടുണ്ടോ? പിന്നെ ഉണ്ടോ? ഇല്ലേ? പറയടോ സഹോദരൻ. ഒരാള് നിസ്കരിക്കാൻ കൈകെട്ടിയാൽ ആ കൈ അഴിക്കാൻ പാടുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഇല്ല. എങ്കിൽ ഒരാള്, ഞാൻ സുന്നത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുക, ഞാൻ സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി, ഞാൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയം എൻ്റെ ഉമ്മ വന്നിട്ട് മോനെ സിറാജെ എന്ന് വിളിച്ചാൽ, ഞാൻ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയം എൻ്റെ ഉമ്മ വന്നിട്ട് മോനെ സിറാജെ എന്ന് വിളിച്ച, ആ കെട്ടിയിരിക്കുന്ന കൈ അഴിച്ചിട്ട് എൻ്റെ ഉമ്മ എന്ന് ചോദിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ? ആര് വിളിച്ച? അള്ളാടെ മുമ്പിൽ ഫർദ് നിസ്കരിക്കുന്ന സമയത്ത് നബിതങ്ങൾ വിളിച്ച വിളി കേൾക്കണം. സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ വന്നിട്ട് മോനേന്ന് വിളിച്ച, ഞാൻ നിസ്കരിക്കാന്ന് പറഞ്ഞ് നിൽക്കലല്ല, എൻ്റെ ഉമ്മച്ചി എന്ന് ചോദിക്കണം. അതാടോ ഉമ്മ, അതാണ് ഉമ്മ, അതാണ് ഉമ്മയുടെ മഹത്വം. ആ ഉമ്മയെ കണ്ണുനീര് കുടിപ്പിക്കുന്നവൻ രക്ഷപ്പെടുവോ സഹോദര? ഉമ്മാടെ വാക്കുമതി സഹോദര. ഉമ്മയുടെ ഒരു കണ്ണ് നിറഞ്ഞാൽ ഉപ്പാടെയും ഉമ്മാടെയും മനസ്സ് വേദനിപ്പിച്ച വല്ലാഹി നമ്മൾ ആരും രക്ഷപ്പെടൂല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇന്ന് വലിയ വീടായി, സുന്ദരിയായ ഭാര്യയായി, ഒരുപാട് പണമായി, പടച്ചവനെ ഉമ്മയും വാപ്പയൊക്കെ രോഗം പിടിച്ച് കിടക്കുന്നവരുണ്ട്. പടച്ചവനെ, അവരെങ്ങാണ് ഒന്ന് വീടിനകത്ത് മൂത്രമൊഴിച്ച, ബെഡിലൊന്ന് മൂത്രമൊഴിച്ച, ഒന്ന് കാഷ്ടിച്ച, പടച്ചവനെ അറിഞ്ഞോണ്ടല്ലോ സഹോദര. നമ്മുടെ വാപ്പായും ഉമ്മയും അറിഞ്ഞോണ്ട് ആരെങ്കിലും മൂത്രം ഒഴിക്കുവോ, കാഷ്ടിക്കുവോ?
ആ പാപങ്ങൾ വയസ്സ് ചെന്നിട്ട് ബോധമില്ലാതെ ഒന്ന് തുപ്പി നിന്റെ വീട്ടില് ബെഡ്റൂമിൻ്റെ അകത്തൊന്ന് തുപ്പിക്കഴിഞ്ഞാൽ നിന്റെ ഭാര്യ അവിടെ കിടന്നിട്ട് എന്നാ ബഹളവാ. പടച്ചോനെ, നമ്മൾ ഉമ്മാടെ നേരെ ഉപ്പാന്റെ നേരെ കിടന്ന് ചൂടാകുന്ന എന്തേ നിങ്ങൾ ചെയ്യണേ ഇല്ലേ? എങ്കിലും ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കടോ. ഉമ്മാടെ മടിത്തട്ടിൽ കിടന്ന് ഞാനും നിങ്ങളും എത്രയോ കാഷ്ടിച്ചിട്ടുണ്ട്, എത്രയോ മൂത്രമൊഴിച്ചിട്ടുണ്ട്, ഉമ്മാന്റെ മുഖത്ത് തുപ്പിയിട്ടില്ലേ? ഉമ്മാടെ ശരീരത്തിലൂടെ ഞാനും നിങ്ങളും ഛർദിച്ചിട്ടില്ലേ? എന്തൊക്കെ ചെയ്താലും ഉമ്മ മോനേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചതല്ലാതെ നമ്മളെ തല്ലിയിട്ടില്ലല്ലോ. അങ്ങനെയുള്ള മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിച്ചാൽ എങ്ങനെ രക്ഷപ്പെടാനാ സഹോദര? അതുകൊണ്ട് അവരുടെ പൊരുത്തം നിനക്കില്ലേ? നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ചില പാപങ്ങൾ ചെയ്താൽ അവരുടെ ശിക്ഷ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു കൊടുക്കും, മരണത്തിന് ശേഷമല്ല. ചില പാപങ്ങൾ ചെയ്യുന്നവർക്ക് അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ കൊടുക്കാൻ തുടങ്ങും. അങ്ങനെ ചെയ്യുന്ന പാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ് മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കുക. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവന് അള്ളാഹു ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കൊടുക്കുമെന്ന് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന സഹാബിക്ക് ഉണ്ടായിരുന്ന 3 ഗുണങ്ങൾ ഇതായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഈ ഒരുമിച്ച് കൂടിയവരോട് ഞാൻ പറയുന്നു, ഉമ്മാനെ മറന്നു പോകല്ലേ, ഉപ്പാനെ മറന്നു പോകല്ലേ. പലർക്കും ഉമ്മാന്റെ ഖബർ എവിടാണെന്ന് പോലും അറിയില്ല. ഇതിനപ്പുറത്താണ് ഖബർസാൻ. മോനെ, നിന്റെ ഉമ്മാടെ ഖബർ എവിടാ, നിന്റെ വാപ്പയുടെ ഖബർ എവിടാണെന്ന് ചോദിച്ചാൽ ഇവിടെ ആണെന്ന് പറയാനല്ലാതെ ഇന്നതാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല. ഉപ്പാന്റെയും ഉമ്മാന്റെയും ഖബറിന്റെ ചാരത്ത് പോകാൻ പോലും സമയമില്ലാത്ത മക്കൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മലക്കുകൾ സ്നേഹിക്കുന്ന 3ാമത്തെ മനുഷ്യനാരാ? അത് മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമ്മുടെ മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇന്ന് വഅദ കേൾക്കാൻ വന്നവരോട് പറയുകയാ, ഇന്ന് നിന്റെ വീട്ടിൽ നിന്റെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഈ രാത്രി, ഇല്ലെങ്കിൽ നാളെ രാവിലെ നേരെ വീട്ടിൽ ചെന്നിട്ട് ഉപ്പാന്റെയും ഉമ്മാന്റെയും കാല് പിടിച്ചു പൊരുത്തം ചോദിക്ക്. എന്നിട്ട് ആ പാവങ്ങളുടെ പൊരുത്തം വാങ്ങ്, എങ്കിലേ രക്ഷപ്പെടൂ. ഇല്ലെങ്കിൽ നീയൊക്കെ എത്ര സമ്പാദിച്ചു കൂട്ടിയാലും എത്ര മക്കളുണ്ടെങ്കിലും നാളെ ഇതേ ഗതി നിനക്കും വരും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ.